ജയിലിലായാൽ മന്ത്രിസ്ഥാനം പോകും. പാർലമെന്റ് ഒരു ചന്തയാകുന്ന രീതിയിൽ പ്രതിപക്ഷം മുഴുവൻ വലിയ രീതിയിൽ ബഹളം വെച്ച് എതിർത്ത ഒരു ബില്ലാണല്ലോ അത്. അപ്പൊ ആ ബില്ലിനെ എതിർക്കാൻ വേണ്ടി വളരെ കാതലായി എന്ന് വിചാരിച്ചുകൊണ്ട് കെ.സി. വേണുഗോപാൽ ഉന്നയിച്ച ഒരു ആരോപണം ചീറ്റി തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ ബാക്കിൽ തന്നെ പോയി പൊട്ടിയൊരു കാഴ്ചയാണ് ആദ്യം എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത്. അതൊന്ന് കണ്ടോളൂ. When he was the Home Minister of Gujarat, he had been arrested, sir. Whether he took the morality of that point of time. अब मुझे सुनो जरा, मुझे सुनो ना, पहले बैठ जाओ. माननीय अध्यक्ष जी, मैं रिकॉर्ड क्लियर करना चाहता हूँ. मुझ पर झूठे आरोप लगाए तब अरेस्ट होने के पहले मैंने नैतिकता के मूल्यों का हवाला देकर इस्तीफा भी दिया. और जब तक मैं कोर्ट से निर्देश नहीं हुआ कोई संविधान को मैंने स्वीकार नहीं किया. ये क्या सिखाते हैं नैतिकता में? मैं तो इस्तीफा देकर गया था और मैं तो चाहता हूँ कि ये नैतिकता के मूल्य बढ़े. हम ऐसे निर्लज्ज नहीं हो सकते कि हम पर आरोप लगे और हम कभी पद पर हैं. ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ ആ സമയത്ത് ഒരു ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലേ എന്നാണ് വളരെ കാതലായിട്ട് നമ്മുടെ കെ.സി. വേണുഗോപാൽ ഉന്നയിച്ചത്. അപ്പോൾ അതിന് മറുപടിയായി വളരെ ധൈര്യത്തോടെ നമ്മുടെ അമിത്ഷാ പറഞ്ഞ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഞാൻ രാജിവെച്ചു, അറസ്റ്റ് ചെയ്യുന്നേക്ക് മുൻപ് ധാർമ്മികതയെ മുൻനിർത്തി ഞാൻ രാജിവെച്ചു. അതേ ധാർമ്മികത ഇന്ത്യയിലെ എല്ലാ മന്ത്രിസഭയിലും ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളാണോ എന്നെ ധാർമ്മികത പഠിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ രാജ്യം പിന്തുടരേണ്ട ധാർമ്മികതയെ കുറിച്ച്, ആ ധാർമ്മികതയ്ക്ക് ഈ ബില്ല് എത്രത്തോളം സഹായകരമാകും എന്നതിനെ കുറിച്ച്, അതിലുപരി സാധാരണക്കാരായ നമുക്ക് എന്താണ് ഇവര് കൊണ്ടുവന്ന ഈ മന്ത്രിസ്ഥാനം പോകുന്നത് ബില്ല്, ഇതിനെപ്പറ്റി ചുരുക്കമായിട്ടൊന്ന് നോക്കാം. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണമായി ലഭിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവർക്കൊക്കെ കിട്ടുന്നത് പോലെയുള്ള മോണിറ്റൈസേഷൻ, യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങളിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ കിട്ടുന്ന വരുമാനം, കുറെ ആളുകൾ നമ്മുടെ വീഡിയോയ്ക്കെതിരെ നെഗറ്റീവായിട്ട് റിപ്പോർട്ട് അടിച്ചതുകൊണ്ട് ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് പ്രേക്ഷകരോട് നമ്മൾ സംഭാവന ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് തുടർന്നും കാണാൻ ഇഷ്ടമുണ്ട് എന്ന് പറയുന്നവരോട് മാത്രമേ നമ്മൾ സംഭാവന ചോദിക്കുന്നുള്ളൂ. ഇഷ്ടമില്ലാത്തവരെ കാണണ്ടേ. കുറെ നാളായി നിങ്ങൾ പറയുന്നു എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്. അതൊക്കെ എന്റെ കമന്റിൽ തന്നെയാണ് നിങ്ങൾ പറയുന്നത് കേട്ടോ, എന്റെ ചാനലിൽ നിന്നുകൊണ്ടാട്ടോ പറയുന്നത്. അതൊക്കെ ഒന്ന് ഓർമ്മ വേണം. ഓക്കെ, അപ്പോ ഇഷ്ടമുള്ളവരെ സഹായിക്കുക, ഇഷ്ടമില്ലാത്തവരെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ ബില്ല്? ഭരണഘടനയിൽ ഓൾറെഡി ഒരു നിയമം ഉണ്ട്. എന്താണുള്ളത്? MP, MLA ആയിട്ടൊക്കെ ഇരിക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസ് വന്ന് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് വിചാരണ നടത്തി അവരെ ശിക്ഷിച്ചാൽ, ആ ക്രിമിനൽ കേസ് തെളിഞ്ഞ് അവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ സ്ഥാനം പോകും, അവര് അയോഗ്യരാക്കപ്പെടും. ഇത് ഓൾറെഡി നിലവിലുള്ള ഒരു നിയമമാണ്, ഇന്ന് വരെയും പിൻപറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പം ഇത് ഓൾറെഡി ഉള്ളതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ പുതിയൊരു ഭേദഗതി എന്നായിരിക്കും നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു ചിന്ത. അപ്പൊ ഓൾറെഡി ഉള്ള നിയമത്തിന്റെ പാളിച്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ കോടതികൾ പ്രവർത്തിക്കുന്നത് എത്ര വേഗത്തിലാണെന്നുള്ളത് നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജനസംഖ്യ അനുപാതത്തിനൊപ്പം പ്രവർത്തിക്കുന്ന രീതിയിൽ എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് നീതി നടപ്പിലാക്കുക, ആ രീതിയിൽ പ്രവർത്തിക്കാൻ ഇപ്പോഴും നമ്മുടെ കോടതികൾക്ക് സാധിച്ചിട്ടില്ല. ഒന്നൊക്കെ കോടതി ഇപ്പോഴും പിന്തുടരുന്നത് ഈ പറയുന്നത് പോലെ കുറെ അവധി കാലങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോഴും അവധിക്കൊക്കെ പോകുന്ന രീതിയിൽ പണ്ട് ബ്രിട്ടീഷുകാർ വെച്ചുകൊണ്ടിരുന്ന ആ ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ പല കേസുകളും ഒരുപാട് ഇപ്പം നമുക്കറിയാം MP ആയിട്ട് MLA ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ കാലാവധി 5 വർഷമാണ്. പക്ഷെ 5 വർഷമൊന്നും കഴിഞ്ഞാലും ഇവരുടെ പേരിലുള്ള ഈ കേസുകളൊന്നും തീരുമാനമാകാത്ത ഒരവസ്ഥ വരാറുണ്ട്. അപ്പൊ പലരും തന്നെ നമുക്കറിയാം MP ആയിട്ടിരിക്കുന്നവർ, MLA ആയിട്ടിരിക്കുന്നവർ, മന്ത്രി ആയിട്ടിരിക്കുന്നവരൊക്കെയും ധാർമ്മികപരമായി, അതായത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാത്തവരാണോ, അവരുടെ പേരിൽ നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു കേസ് നിലവിലുണ്ടോ എന്ന് നോക്കിയാൽ ഉണ്ടാകും. അപ്പൊ ഇവര് പറയുന്നത് ഇപ്പം കേസ് എന്നൊക്കെ പറയുന്നത് സമരം ചെയ്ത കേസ് നമുക്ക് മനസ്സിലാവും. അല്ലാതെ ഒരുപാട് അഴിമതി കേസുകൾ, പെണ്ണ് കേസുകൾ, ഇങ്ങനെ ഒരുപാട് കേസുകളുള്ള ഒരുപാട് MP, MLA മാർ ഇപ്പോഴും അവരവരുടെ സ്ഥാനത്തിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും തീരുമാനമാകാൻ ഇവരുടെ കാലയളവിനുള്ളിലാകില്ല. ഇപ്പൊ ഈ ഏറ്റവും കൂടുതൽ മുതലെടുപ്പ് നടത്തുന്നത്, അതായത് നമ്മൾ അധികാര സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്ത് തോന്നിവാസവും ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ ധൈര്യം അതാണ്. കാരണം കോടതി നടപടികൾ, അതിപ്പോ സുപ്രീം കോടതി വരെ പോയാലും അവധിക്ക് വെച്ച് ഇതിങ്ങനെ നടക്കും. ഒരു മനുഷ്യന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് മാക്സിമം പോയ ഇപ്പോഴത്തെ ഒരു കോൺടസ്റ്റ് വെച്ചിട്ട് 60 വർഷമാണെന്ന് വെച്ചോ.
ഒരു കേസ് ചിലപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചാലും തീരുകയല്ലെന്നേ. അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഭരണഘടനയിൽ ഒരു കാര്യം ഉണ്ടായത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്യപ്പെടുന്നില്ല. പലപ്പോഴും നമ്മളെ ഭരിക്കുന്ന MLA MP എന്നൊക്കെ പറയുന്നവര് ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതികളാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ തന്നെ ഒരുപാട് കോൺഗ്രസ്സുകാർ പറയുണ്ടായി. MLA മുകേഷ്, അതുപോലെ തന്നെ മന്ത്രിയായിട്ടുള്ള ഗണേഷ്, ഇവർക്കൊക്കെ എതിരെ സ്ത്രീകളുടെ പരാതികൾ തന്നെ നിലവിലുണ്ട്. റെക്കോർഡിക്കലാണ്, വാഗോണ്ട് പറയുന്നില്ല. എന്നാൽ പോലും ഇവരൊക്കെയും ഇപ്പോഴും ആ സീറ്റിൽ തുടരുന്നു. അപ്പൊ ഇത് ധാർമ്മികമല്ല. ധാർമ്മികതയ്ക്ക് ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യം, ധാർമ്മികതയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ജനങ്ങളാണ്. നമ്മളെ ഭരിക്കുന്നവൻ വൃത്തികെട്ടവനായിരിക്കണോ? ഈ ഒരൊറ്റ ചോദ്യമാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. നമ്മളെ ഭരിക്കുന്നവൻ അഴിമതി വീരനായിരിക്കണോ? നമ്മളെ ഭരിക്കുന്നവൻ സ്ത്രീ പീഡകനായിരിക്കണോ? നമ്മളെ ഭരിക്കുന്നവൻ ഒരു കള്ളനായിരിക്കണോ? നമ്മളെ ഭരിക്കുന്നവൻ ഒരു ജനദ്രോഹിയായിരിക്കണോ? ഇതൊന്നും ആയിരിക്കരുത് എന്നാണെങ്കിൽ ധാർമ്മികത എന്ന സാധനമാണ് ഇവിടെ മുന്നിൽ വരേണ്ടത്. ഒരു ജനപ്രതിനിധി ഭയങ്കരമായിട്ട് മാന്യ വ്യക്തിത്വം ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നത് നിർബന്ധമാണ്, കാലങ്ങളായി നിർബന്ധമാണ്. ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. രാമായണത്തെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു സംഗതിയാണ് രാമനോട് വലിയ ഇഷ്ടമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാമൻ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം എങ്ങനെയാണ് ദൈവമാവുന്നത്, അദ്ദേഹത്തെ എങ്ങനെയാണ് ബഹുമാനിക്കുന്നതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഒരു രാജാവ് എന്ന കോൺടെസ്റ്റിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമാകണം എന്നത് കോടതികളും പലപ്പോഴും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു സംഗതിയാണ്. അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പറയുന്നത്? അതുപോലെ തന്നെ സീസറിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിങ്ങൾ രാമന്റെ ഭാര്യ ഒന്ന് പ്രതിഷ്ഠിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. രാമന്റെ ഭാര്യയും സംശയത്തിന് അതീതമായിരിക്കണം. ജനങ്ങളുടെ മനസ്സിൽ സംശയമുണ്ടെങ്കിൽ ആ ഭാര്യ ഉപേക്ഷിക്കുക, അല്ലാതെ മറ്റൊന്നും ഒരു രാജാവിന്, ധർമ്മം മുന്നിൽ പിടിച്ചു നിൽക്കുന്ന രാജാവിന് ചെയ്യാൻ സാധിക്കില്ല. മറ്റൊന്ന് ചെയ്യാൻ സാധിക്കുന്നത് രാജസ്ഥാനം ഒഴിയുക എന്നുള്ളതാണ്. ഭാര്യയെ ഞാൻ വിശ്വസിക്കുന്നു, ഭാര്യയാണ് വലുത് എന്ന് പറഞ്ഞിട്ട് രാജ്യത്തിന്റെ സ്ഥാനം ഒഴിഞ്ഞ് അയാൾക്ക് ഭാര്യയോടൊപ്പം പോവാം, അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിക്കാം. ഇതാണ് ധർമ്മം. അന്നും ഇന്നും സീസറിനായാലും രാമനായാലും ധർമ്മം അത് തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഇത്തരത്തിൽ അലിഗേഷനുകളിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തികൾ, ഒരു പരാതി ഒരാൾക്കെതിരെ റിട്ടേൺ ആയി ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ അയാൾ ജനങ്ങൾക്ക് മുന്നിൽ അയാൾ പ്രതിയല്ല, പക്ഷേ പ്രതി എന്ന് സംശയിക്കപ്പെടുന്നവനാണ്. അങ്ങനെ സംശയിക്കപ്പെടുന്നവൻ എങ്ങനെയാ ഒരു സ്ഥാനത്തിരിക്കുന്ന, ജനങ്ങളെ ഭരിക്കുന്ന സ്ഥാനത്തിരിക്കുന്നത്? ഇതിനാണ് ഭേദഗതി വേണ്ടത്. ആ ഭേദഗതിയാണ് നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഭേദഗതി? MP MLA എന്നുള്ള ഈ സംഗതി അവിടെ ഇരിക്കട്ടെ, അവർക്കല്ല, മറിച്ച് മന്ത്രിമാരായിരിക്കുന്നത്. നമുക്കറിയാം MP MLA ആയിട്ട് ജയിച്ച് കയറുന്ന ആൾക്കാരാണ് സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒക്കെ മന്ത്രി സ്ഥാനം വഹിക്കുന്നവർ. പക്ഷേ ഒരു MLA-യെക്കാളും ശക്തനാണ് ഒരു മന്ത്രി. ഒരു മന്ത്രി എന്നൊരു, ഇപ്പൊ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളം എന്ന മഹാസംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, ഒരു വ്യക്തിത്വമുള്ള ആളായിരിക്കണം. ഇവരെല്ലാം സംശയത്തിന് അതീതരായി ഇരിക്കാൻ പാടില്ല. ഇവർക്കെതിരെ റിട്ടേൺ ആയി ഒരു ക്രിമിനൽ കേസ് വന്നാൽ, നേരത്തെ പറഞ്ഞത് എന്താ, തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രം സ്ഥാനം പോകും. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ഭേദഗതി എന്താണെന്ന് വെച്ചാൽ 30 ദിവസം കേസിന്റെ പേരിൽ ഒരു മന്ത്രി ജയിലിനകത്ത് കിടന്നാൽ ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്താൻ അയാൾക്ക് സാധിക്കില്ല. 31-ാം ദിവസം അയാളുടെ സ്ഥാനം പോയിരിക്കും. ഇതാണ് ബില്ല്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൈയടിക്കാൻ തോന്നില്ലേ? സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഒരാളുടെ മന്ത്രിസ്ഥാനം, അയാൾ ഒരു തെറ്റ് ചെയ്താൽ പോകുമെന്ന പേടി വന്നാൽ, ഞാനൊരു തെറ്റ് ചെയ്ത് 30 ദിവസം അകത്ത് കിടന്നാൽ എന്റെ സ്ഥാനം പോകുമെന്ന പേടി വന്നാൽ ഒരു മന്ത്രിക്ക് എത്രത്തോളം ഉത്തരവാദിത്തം വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതല്ലേ ജനങ്ങളെ നമുക്ക് വേണ്ടത്? വേറെ എന്താണ് നമുക്ക് ഈ നാട്ടിൽ വേണ്ടത്? ഇന്ന് ആ ഉത്തരവാദിത്തം ഇല്ലാത്തതിന്റെ അല്ലേ നമ്മളിവിടെ കാണുന്നത്? ഈ സംസ്ഥാന മന്ത്രിസഭയിൽ തന്നെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കേരളം മാത്രം എടുത്താൽ മതി. കേരളത്തിന്റെ പശ്ചാത്തലത്തിലല്ല ഇപ്പൊ ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ കേരളം മാത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കി. ഇവിടുത്തെ ആരോഗ്യമന്ത്രി ആയിക്കോട്ടെ, ഇവിടുത്തെ വനമന്ത്രി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ പേരിൽ ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായി. മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് പോയിട്ട് ശരിക്കും ഇതൊരു പ്രശ്നമാണ് എന്ന രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയം ഉണ്ടാകും. തങ്ങളുടെ സ്ഥാനത്തിരിക്കുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് തങ്ങൾ ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ മന്ത്രിസ്ഥാനം പോകും എന്ന ബോധം അവർക്കുണ്ടാകും. 30 ദിവസം ഒരാളെ അകത്തിടുക എന്ന് പറയുന്നത് ഈസി കാര്യമല്ലേ എന്ന് പറയുന്നവരോട് ഞാൻ പറയുകയാണ്. 14 ദിവസമാണ് ഒരു നോൺ വെയിലബിൾ ഒഫൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക്, അതായത് ഞാനിപ്പോൾ ഒരു പ്രതിയാണെങ്കിൽ 14 ദിവസത്തേക്കാണ് എന്നെ കസ്റ്റഡിയിലേക്ക് ആദ്യം കൊടുക്കുക. കോടതി ആദ്യം കൊടുക്കുക 14 ദിവസത്തേക്കാണ്. കാരണം എന്നെ കസ്റ്റഡിയിൽ വെച്ച് അവർ പരിശോധിച്ച് എന്നെ ചോദ്യം ചെയ്ത് കാര്യങ്ങളൊക്കെ അറിയാനുള്ള കാലയളവാണ്. ഈ 14 ദിവസത്തിന് ശേഷവും അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയോ? ഇനി ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടോ? ഇയാളെ പുറത്തു വിടാമോ? അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയാണ്, പറ്റില്ല, ഇയാൾ ചെയ്തേക്കുന്ന അലിഗേഷൻസ് ഇത്ര വലിയ കാര്യങ്ങളാണ്. ഇയാൾ കസ്റ്റഡിയിൽ ഇരുന്നാൽ മാത്രമേ അതൊക്കെ കാര്യങ്ങൾ കിട്ടൂ. ഇയാൾ പുറത്തു പോയാൽ ഇയാൾക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാവും, ഇയാൾ സ്വാധീനിക്കും, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ തന്നെ വീണ്ടും സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കോടതി കൊടുക്കുമ്പോൾ മാത്രമാണ് ഇത് 30-31 ദിവസങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ 30 ദിവസം ഒരാൾ വെറുതെ ഉള്ളി ഒലിച്ച കാര്യത്തിന് ജയിലിൽ കിടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വെള്ളരിക്ക പട്ടണമല്ല. അതുകൊണ്ട് തന്നെ കാര്യമില്ലാത്ത കാര്യത്തിന് 30 ദിവസം ഒരാൾ ജയിലിൽ കിടക്കുന്ന ഒരു സംഗതി ഇവിടെ നടക്കില്ല. ഇന്നിപ്പോ നിങ്ങൾ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ പറ്റി ചിലപ്പോൾ പൊക്കിക്കൊണ്ടുവരും. അതൊക്കെ കാര്യമില്ലാത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് വാദിക്കാം.
നിയമത്തിന്റെ മുമ്പിൽ അത് കാര്യമുള്ള കാര്യമാണ്. ആവശ്യമുള്ള രേഖകളൊന്നും കയ്യിലില്ല എന്നാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും. അതാണ് പറഞ്ഞത്, റെലവന്റ് ആയ കാര്യത്തിനായിരിക്കും 30 ദിവസം ഒരാൾ ജയിലിൽ കിടക്കുക. 30 ദിവസം ഒരു മന്ത്രി ഏതെങ്കിലും ക്രിമിനൽ കുറ്റത്തിന് ജയിലിൽ കിടന്നാൽ എന്താണ് സംഭവിക്കുക? ഈ ബില്ല് പ്രകാരമാണെങ്കിൽ 31ാം ദിവസം അയാൾ അയോഗ്യനാക്കപ്പെടും. അയോഗ്യനാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഒരു മന്ത്രിസഭ, സംസ്ഥാന മന്ത്രിസഭയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഗവർണറോട് ശുപാർശ കൊടുക്കണം, ഒരു കത്ത് കൊടുക്കണമെന്നാണ്. ഇനി കൊടുത്തില്ലെങ്കിൽ 31ാമത്തെ ദിവസം കട്ട്. ഇപ്പൊ നമ്മുടെ മന്ത്രിസഭ തന്നെ എടുക്കുക, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു ഏതെങ്കിലും ഒരു മന്ത്രി അകത്തായി, 31ാമത്തെ ദിവസം ആകാൻ പോകുന്നു. പിണറായി വിജയൻ എഴുതി കൊടുക്കണമെന്നാണ്. ധാർമ്മികത മുൻനിർത്തി ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് ഗവർണർക്ക് കത്ത് കൊടുക്കണം. അപ്പൊ പിണറായി വിജയന്റെ മന്ത്രിസഭ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കൊടുക്കില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം കൊടുത്തില്ലെങ്കിലും 31ാമത്തെ ദിവസം മന്ത്രിസ്ഥാനം പോയിട്ടും എന്തൊക്കെ വകുപ്പുകളാണോ ഭരിക്കുന്നത് അതൊക്കെ പിരിച്ചു വേറെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണം. ജയിലിൽ കിടന്ന് ഭരിക്കാൻ ഒരാൾക്ക് ഇവിടെ അവകാശമില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ആരാ ജയിലിൽ കിടന്ന് ഭരിച്ചിട്ടുള്ളത്? BJP മന്ത്രിമാരൊന്നുമല്ല. ജയിലിൽ കിടന്ന് ഭരിച്ചിട്ടുള്ള ഒരു മന്ത്രിയാണ് നമ്മുടെ കേജ്രിവാൾ. മറ്റൊന്ന് സെന്തിൽ ബാലാജി, തമിഴ്നാടാണ്. നാണമില്ലാതെ ഒരാൾ മുഖ്യമന്ത്രിയുടെ സ്ഥാനം വരെ ജയിലിൽ കിടന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നെ ഭരിക്കുന്ന മന്ത്രി ജയിലിലാണെന്ന് ഞാൻ പറയേണ്ട ഒരവസ്ഥ. നിങ്ങൾ വിചാരിക്കും ഈ സമരം ചെയ്ത് അനീതിയോട് എതിർത്ത് ജയിലിൽ കിടന്നൊക്കെ വലിയ സംഗതിയാണ്. പണ്ട് മഹാത്മാഗാന്ധി കിടന്നിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ എടുത്തു പറയുന്ന ഡയലോഗ്. മഹാത്മാഗാന്ധി കിടന്നത് കള്ളത്തരം കാണിച്ചിട്ടല്ല, അഴിമതി കാണിച്ചിട്ടല്ല. അതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാരല്ല ഇപ്പൊ ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ജനങ്ങൾക്കെതിരാണോ അതോ രാജ്യത്തിനെതിരാണോ എന്ന് കണ്ടു മനസ്സിലാക്കാനുള്ള ബോധം ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഇനി ഒരിക്കലും ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 2025 ഇന്ത്യയിലെ ഒരു മന്ത്രി ജയിലിൽ കിടന്ന് ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടുത്തെ വ്യക്തികളുടെ നിലവാരം? എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ നമ്മളെ നോക്കിക്കാണുക? നമ്മളൊക്കെ എന്താ പൊട്ടന്മാരാ? നമ്മളെ ഭരിക്കുന്ന ഒരു മന്ത്രി ജയിലിൽ കിടക്കുന്നു. അത് എന്ത് കേസിന്റെ പേരിലാണ് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. നിങ്ങളുടെ മന്ത്രി എന്ത് കേസിന്റെ പേരിലാണ് ജയിലിൽ കിടക്കുന്നത്? പക്ഷെ നാഷണൽ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർ അത് അറിയുന്നുണ്ട്. അവരുടെ മുന്നിൽ നിങ്ങളൊക്കെ നാണം കെട്ട് പോകുന്നത് നിങ്ങൾ ഈ പറയുന്ന ഈ മറ്റുള്ള ആളുകളുടെ വൃത്തികെട്ട രാഷ്ട്രീയ കളി കൊണ്ട് മാത്രം. എന്തിനാ സംരക്ഷിക്കുന്നത്? തെറ്റ് ചെയ്തൊരു വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇവർ മുന്നോട്ട് പോയിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരെല്ലാം ഇവരിലുള്ള ക്രിമിനൽസിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് കൊണ്ടാണ്. KC വേണുഗോപാലിന്റെ ഒച്ചപ്പാട് കേട്ടില്ലേ? ഫിഷ് മാർക്കറ്റ് പോലെ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നേ. എന്തിനാ ഈ ഒച്ച ഉണ്ടാക്കുന്നേ? നാളെ 30 ദിവസം അകത്ത് കടന്നാൽ അമിത്ഷായ്ക്കും അതേപോലെ മോദിക്കും ഒക്കെ ബാധകമായിട്ടുള്ള ബില്ലാണ് കൊണ്ടുവരുന്നത്. കോൺഗ്രസിന്റെ മന്ത്രിമാർക്ക് മാത്രം എന്താ പേടി? ഇവിടെ തെറ്റ് ചെയ്തൊരാൾക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ അകത്ത് പോകുന്നത് നിങ്ങൾക്ക് ഉറപ്പാ. അത്രയും കൊള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇത്ര പേടിക്കുന്നേ? എന്റെ ചോദ്യം അതെ, ജനങ്ങളെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവരുടെ ഈ ബഹളം കേട്ടോണ്ട് ഇവരുടെ ഈ വഴക്കം കേട്ടോണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നേരത്തെ നിലവിലുള്ള നിയമം MLA-ക്ക് MP-ക്ക് അയോഗ്യരാക്കുന്ന ഒരു നിയമം ഉണ്ടല്ലോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം അപ്പൊ പോകും. പിന്നെ വേറെ തെരഞ്ഞെടുപ്പ് നിർത്തി വേറെ MP-നെ ഒക്കെ കൊണ്ടുവരണം. ഇവർക്ക് ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ ബില്ല് എങ്ങനെയാ? മന്ത്രിസ്ഥാനം പോയി. ഇപ്പൊ ഒരു മന്ത്രി അയാള് 30 ദിവസം ജയിലിൽ കിടന്നു, ഒരു ക്രിമിനൽ കേസ് വന്നു, അയാളുടെ മന്ത്രിസ്ഥാനം 31ാം ദിവസം തെറിച്ചു. 6 മാസം അയാൾ ജയിലിൽ കിടന്നു. കേജ്രിവാളൊക്കെ കിടന്നതുപോലെ സെന്തിൽ ബാലാജിക്ക് 6 മാസം കിടന്നു എന്ന് കരുതാം. 6 മാസം കഴിഞ്ഞ് അയാളുടെ പേരിലുള്ള കുറ്റം തെളിയിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. അയാൾക്ക് പിന്നെ മന്ത്രിസ്ഥാനം ഇല്ല. ഇനി തെളിയിക്കപ്പെട്ടില്ല എന്ന് വിചാരിക്കുക. ഇയാൾ പുറത്തിറങ്ങി, ഇയാൾ നിരപരാധിയാണ് എന്ന് വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങി എന്ന് കരുതുക. അയാളുടെ മന്ത്രിസ്ഥാനം അയാൾക്ക് സ്പോട്ടിൽ തിരിച്ചു കിട്ടുക. ഇതാണ് ഈ ബില്ലിലുള്ളത്. അല്ലാതെ അയാളെ അയോഗ്യരാക്കുന്നോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം എടുത്തു കളഞ്ഞിട്ട് അപ്പൊ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി വേറെ മന്ത്രി, ഇതൊന്നും ഇവിടെ പറയുന്നില്ല. പിന്നെ എന്തിനാ പ്രതിപക്ഷം ബഹളം വെക്കുന്നേ? ഇപ്പൊ രാഹുലിന്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് ധാർമ്മികത മുൻനിർത്തി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെന്ന്. എന്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഞങ്ങൾക്ക് എന്താ? ഞങ്ങൾ ജനങ്ങൾക്ക് എന്താ? യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? ഞങ്ങൾ നദിപ്പെട്ട ആൾക്കാരൊന്നും അല്ല. അതൊക്കെ ആ സംഘടന നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് വലിയ കാര്യം. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉണ്ടായാലും സെക്രട്ടറി ഉണ്ടായാലും ഞങ്ങൾക്ക് ഒരു മണ്ണം കിട്ടിയില്ല. അയാൾ ആ സ്ഥാനത്ത് ഇരുന്നാലും ഇരുന്നില്ലെങ്കിൽ എന്ത് ധാർമ്മികത? ജനങ്ങളോട് എന്ത് ധാർമ്മികതയുള്ള? ഇതെന്താ ഇവിടുത്തെ ഈ പറയുന്ന കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ ചേർന്നാണോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്? അല്ലല്ലോ. അല്ല, ഇത്തവണ അങ്ങനെയൊക്കെ ആയിരുന്നു. ഏത് ഐഡിയകളൊക്കെ വോട്ട് ചെയ്തെന്ന് അറിയില്ല. അതൊക്കെ രാഹുലിന്റെ പ്രത്യേക കഴിവ്. രാജൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു പ്രത്യേക പേരും തന്നെ വീണ് കഴിഞ്ഞല്ലോ. അപ്പോ അദ്ദേഹം അവിടെ ഇരുന്നില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. അതാണോ ധാർമ്മികത? ധാർമ്മികത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ MLA സ്ഥാനം രാജിവെച്ച് വിടണം മിസ്റ്റർ. നിങ്ങൾക്കതിൽ 1, 2, 3, 4 ഒന്നുമല്ല അലിഗേഷൻസ് വന്നിരിക്കുന്നത്. വീഡിയോ കോളിലൊക്കെ വരുന്ന ഫോട്ടോ ഒക്കെ കാണണം. എന്റെ പൊന്നേ, ഇത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അയ്യോ, എങ്ങനെ ന്യായീകരിക്കാൻ തോന്നുന്നു നിങ്ങൾക്ക്? ഞാൻ ചോദിക്കും. അപ്പൊ ഇത്തരത്തിൽ വൃത്തികേടുകൾ കാണിക്കുന്ന മനുഷ്യരെ കണ്ടുകൊണ്ട് പാവപ്പെട്ട ജനം ഇവിടെ പത്തറ്റിക് ആയിട്ട് ഇവരൊക്കെയാണല്ലോ ഞങ്ങളെ ഭരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കണോന്നാണോ നിങ്ങൾ പറയുന്നത്? ഇരിക്കരുത്. ഒരു മന്ത്രിക്ക് മന്ത്രിസ്ഥാനത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഒരു ക്രിമിനൽ കേസ് വരാൻ പാടില്ല. വന്നാൽ എന്റെ സ്ഥാനം തെറിക്കുമെന്ന് പേടി അയാൾക്ക് വേണം. ഈ ബില്ലിന് നിങ്ങൾ എത്ര ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ യോജിക്കുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അല്ലെ ഇതിന് ബദലായിട്ട് അല്ലെങ്കിൽ ഇതിനുള്ള പ്രശ്നങ്ങൾ എന്താണ്? തെറി പറയാനല്ല, പ്രശ്നങ്ങൾ പറയാൻ അറിയെങ്കിൽ അത് പറയാം. തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ എന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ മാന്യമായിട്ട് കമന്റ് ചെയ്യാനായിട്ടുള്ള നല്ല രീതിയിലുള്ള എല്ലാ അവകാശമുണ്ട്. എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ മാന്യമായി മാത്രം പറയാം. എന്നെ നീ എന്ന് വിളിച്ചാൽ നീ എന്ന് വിളിച്ച് തന്നെ റിപ്ലൈ തരുള്ളൂ. നിങ്ങൾക്ക് എത്ര പ്രായമായാലും എനിക്കത് അറിയേണ്ട കാര്യമില്ല. കാരണം ബഹുമാനം മര്യാദ എന്നൊക്കെ പറയുന്നത് കൊടുത്തു മേടിക്കുന്ന സാധനം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. എന്നെ നീ എന്ന് വിളിച്ച് അല്ലെങ്കിൽ എന്നെ മോളെ എന്ന് വിളിച്ച് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് ഞാൻ അതേ ബഹുമാനത്തില സംസാരിക്കുന്നത്. പക്ഷേ വൃത്തികേടുകൾ വിളമ്പി വെച്ചാൽ, സ്ത്രീ വിരുദ്ധത എഴുതി വെച്ചാൽ, ചേറ്റത്തര എഴുതി വെച്ചാൽ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു മാത്രമല്ല സൈബർ കേസ് കൊടുക്കുന്നതോടൊപ്പം നിങ്ങളുടെ വീടും കണ്ടുപിടിച്ച് അവിടെ വന്ന് നിങ്ങളെ ലൈവിലിട്ട് ഞാൻ മാപ്പും പറയിക്കും. അതല്ല, നിങ്ങളുടെ മുഖമെങ്കിലും എനിക്ക് നാട്ടുകാരെ കാണിക്കണം. കാരണം ഇങ്ങനെ കമന്റ് ഇട്ട് ഇറങ്ങുന്നത് എന്തുകൊണ്ട് എന്റെ മുഖമൊന്നും ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയി കമന്റ് ഇടുന്നത് പോലെയല്ല.
പബ്ലിക് ഒപ്പീനിയനിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മാന്യമായും മര്യാദയായും കമന്റ് ഇട്ടാൻ ദയവേത് ശ്രദ്ധിക്കുക. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ നടപടികൾ നിങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങൾ എവിടെ പോയാലും ഞാൻ പുറകെ വരും. എനിക്ക് വേറെ പണി ഇല്ലെന്ന് തന്നെ കുട്ടിക്കോ. അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.